ജർമ്മനി എത്തിക്കഴിഞ്ഞിട്ട് അവിടെയുള്ള അക്കോമഡേഷനെ കുറിച്ച് പേരൻസിനൊക്കെ നല്ല ആശങ്കയുണ്ട്. അക്കോമഡേഷൻ കിട്ടുമോ, നമ്മൾ പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹൗസ് ബിൽഡിങ്ങിൻ്റെ കേസിൽ അക്കോമഡേഷൻ്റെ ഒരു ആക്ച്വൽ പ്രോസസ്സ് എന്താണ്? അക്കോമഡേഷൻ്റെ കാര്യവും പൊതുവെ ചോദിക്കാറുണ്ട്. പിന്നെ ജർമ്മനിയിൽ സേഫ് ആണോ എന്നുള്ളൊരു കാര്യവും പൊതുവെ പേരൻസ് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. ആദ്യം അക്കോമഡേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എംപ്ലോയറോ സ്കൂളോ ആണ് നമുക്ക് അക്കോമഡേഷൻ തരുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് വേണ്ടി ഒരു എംപ്ലോയർ സെലക്ട് ചെയ്യുന്ന അവസരത്തിൽ തന്നെ അവരുടെ അക്കോമഡേഷൻ റെഡിയാക്കിയിട്ടാണ് ഓഫർ ലെറ്റർ നമുക്ക് അയച്ചു തരുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അവരുടെ അക്കോമഡേഷനെ പറ്റി അവർ ആലോചിക്കേണ്ടതേ ഇല്ല. കാരണം അവരെ എംപ്ലോയർ അക്കോമഡേഷൻ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അവിടെ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പം ആ വിധത്തിൽ ആ കാര്യം സെറ്റിൽഡാണ്. രണ്ടാമത് സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ജർമ്മനി ലോകത്തെ ഏറ്റവും സേഫ്റ്റി ഉള്ളൊരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ സേഫ്റ്റിയിലും സെക്യൂരിറ്റിയിലുമായി അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി ആ രാജ്യത്ത് ജീവിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും മാതാപിതാക്കൾ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ടതില്ല.